വീണ്ടും ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയത്തിലേക്ക്, അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക്, വിശേഷങ്ങളിലേക്ക്. വിനീഷ്, കഴിഞ്ഞ 2-3 ദിവസമായി ശാലിനി അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശാലിനിക്കാകും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആധുനിക സംവിധാനങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് കൂടുതൽ സജീവമായി എത്തിക്കാനാവുക. തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഓരോ റിപ്പോർട്ടർമാരും കൃത്യമായി ഇവിടെയുള്ള വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ, ജനൻ ടിവിയുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പല ഘട്ടങ്ങളിലായി ഒപ്പിയെടുത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാറുണ്ട്. ഒപ്പം ശാലിനി നമ്മോടൊപ്പമുണ്ട്. ശാലിനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. നമ്മൾ കഴിഞ്ഞ ഇടവേളയ്ക്ക് മുമ്പ് കുറേ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളിലൊക്കെ കടക്കണം. പ്രേക്ഷകർക്ക് അങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മാരാർജി ഭവനുള്ളിൽ എന്താണുള്ളത്, അത്തരത്തിൽ എന്താണ് വലിയ സംഭവം, ഈ 7 നില ബഹുനില കെട്ടിടം, ഒപ്പം തന്നെ 60,000 സ്ക്വയർ ഫീറ്റ്, ഇതിലൊക്കെ ബി.ജെ.പി എന്ന് പറയുന്ന ഒരു സംഘടനയെ തലയെടുപ്പോടുകൂടി മാതൃകാപരമായി കാണിക്കുന്ന ഒരു സംവിധാനമായി ഈ ഒരു മാരാർജി ഭവൻ മാറുകയാണ്. പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. നമ്മൾ അല്പസമയം സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ടത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ആരാണോ ബി.ജെ.പിയുടെ ഓഫീസിലേക്ക്, സംസ്ഥാന ഓഫീസിലേക്ക് ആദ്യം എത്തുന്നത്, അവർക്ക് നൽകുന്നത് സഹായമാണ്. ബി.ജെ.പി ഒരുക്കിയിരിക്കുന്നത് ഹെൽപ്പ് ഡെസ്ക്കാണ്. ആ ഹെൽപ്പ് ഡെസ്കിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ മാരാർജിയുടെ വെങ്കല പ്രതിമ, അത് പ്രവർത്തകർക്ക് ആവേശം നൽകുന്നു. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്രയമായിട്ട് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതിനുശേഷം ഇനിയുള്ള വിശേഷം, ഇനി നമ്മൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ തൊട്ടടുത്തായിട്ട് മീഡിയ റൂം അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് ഹാൾ കാണാൻ സാധിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ വേറെ പാർട്ടികളുടെ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ സംസ്ഥാന ഓഫീസുകളുടെ ഉദ്ഘാടനം നടന്നിരുന്നു. പക്ഷേ ആ സംസ്ഥാന ഓഫീസുകളുടെ ഒന്നും ചിത്രങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസോ ഒന്നും പൊതുമാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. എന്തുകൊണ്ടെന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. അവിടെ ആകെ നമ്മൾ കാണുന്നത് മീഡിയ റൂം മാത്രമാണ്, ഏറ്റവും ഫ്രണ്ടിലെ ദൃശ്യങ്ങൾ മാത്രമാണ്. ഇന്നിപ്പോൾ ബി.ജെ.പി സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു തുറന്ന പുസ്തകമായി അവരുടെ ഓഫീസിൻ്റെ ഓരോ മുക്കും മൂലയും ആളുകൾക്ക് കാണാമെന്നുള്ളതാണ്. ഈ കാണുന്നത് പ്രസ് കോൺഫറൻസ് ഹാളാണ്. അത്യാധുനിക സംവിധാനത്തോടു കൂടി ഒരുക്കിയിരിക്കുന്ന മീഡിയ റൂമാണ്. ഇവിടെ നിന്നാണ് ഓരോ വാർത്താ സമ്മേളനങ്ങളും സംസ്ഥാന അധ്യക്ഷൻ്റെയും മുതിർന്ന സംസ്ഥാന നേതാക്കന്മാരുടെയും ഒക്കെ വാർത്താ സമ്മേളനങ്ങൾ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയായി നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചതാണ്, ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത നിലയിലേക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഉള്ളത്. അടുത്ത നിലയിലേക്ക് പോവുകയാണെങ്കിലും നിറയെ വിശേഷങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പി പരമേശ്വർജിയെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ പരമേശ്വർജിയെ ഒന്നും ഓർക്കാതെ ഒരു സ്വയം സേവർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല, കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൂടി ഇവിടെ പറയുന്നത്. പരമേശ്വർജിയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ഒരു കേന്ദ്രം, അല്ലെങ്കിൽ പരമേശ്വർജിയെ നമുക്ക് അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ നേരത്തെ പി മുകുന്ദൻ, നമ്മളെ വിട്ട് പോയ പി മുകുന്ദനെ കുറിച്ച്, സംഘടനാ സെക്രട്ടറിയെ കുറിച്ച് പറയുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ, ഈ ഒരു നമ്മൾ പറയുന്ന കെട്ടിടം നമ്മുടെ പ്രത്യേകിച്ച് കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല, ബി.ജെ.പി പ്രവർത്തകരുടെയും ബി.ജെ.പി നേതാക്കളുടെയൊക്കെ ആശ്രയമായ സ്വന്തം ഭവനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ സംഘപരിവാർ സംഘടനകളുടെ ആശയങ്ങൾ അത് വലിയ തോതിൽ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും ഒപ്പം തന്നെ ഈ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾക്കിടയിലും, അല്ലെങ്കിൽ അവർക്കിടയിൽ സംഘപരിവാർ സംഘടനകൾ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് ഇതൊരു സംഘടനം നടത്തുന്ന പാർട്ടിയാണ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു വർഗീയത പരത്തുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ സംഘടനകളെ അധിക്ഷേപിക്കുമ്പോൾ എല്ലാ മേഖലകളിലേക്കും സംഘപരിവാർ സംഘടനകളുടെ ആശയങ്ങൾ എത്തിച്ച മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ശ്രീ പരമേശ്വർജി. പരമേശ്വർജിയുടെ ആശയങ്ങൾ അത് ഇന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അത് വലിയ പ്രചോദനം നൽകുന്നത് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, അതൊരു കോട്ടായി സ്ഥാപിച്ചുകൊണ്ടാണ് ബി.ജെ.പി ഓഫീസിലെ ആദ്യ ചിത്രം. കെട്ടിടത്തിൻ്റെ മുക്കിലും മൂലയിലും ഇതേപോലെയുള്ള ഓരോ വ്യക്തികളുണ്ട്, അവരുടെ മതവചനങ്ങളുണ്ട്. അത് പ്രവർത്തകർക്ക് ആവേശമാകാനും ഇവിടെ എത്തുന്നവർക്ക് ആവേശമാകാനുമുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ശ്രീ നരേന്ദ്രമോദി, പ്രധാന സേവകൻ, പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് നമുക്കിവിടെ കാണാം. കേരളം പുരോഗമനപരമായ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഇവിടെ കൊടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഒരുപാട് കട്ടൗട്ടുകൾ ഇത്തരത്തിലുള്ള ഇവിടെ കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ അംബേദ്കർ ഉണ്ട്, ബി.ആർ. അംബേദ്കറിനെ നമുക്ക് കാണാൻ സാധിക്കും.
ദീൻദയാൽ ഉപാധ്യായുണ്ട്, തൊട്ടടുത്ത് തന്നെ LK അദ്വാനിയുണ്ട്. അങ്ങനെ ഒരുപാട് മഹത് വ്യക്തികളുടെ കട്ടൗട്ടുകൾ, അവരുടെ പ്രധാനപ്പെട്ട വാക്കുകൾ, അവരെന്ത് സന്ദേശമാണോ നാടിന് നൽകാൻ ഒരുങ്ങിയത് ആ സന്ദേശം അവരുടെ വാക്കുകളായി, അവരുടെ ചിത്രങ്ങളായി ഇവിടെ ഓരോ ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഒന്നാം നിലയിലെ കാഴ്ച. തൊട്ടടുത്തിന് ഒരു ക്യാൻറ്റീൻ കൂടിയുണ്ട്. ഇവിടെ എത്തുന്നവർക്കും ഒപ്പം തന്നെ ഇവിടുത്തെ ഈ ഓഫീസ് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഉച്ചഭക്ഷണം ഒരുക്കുന്ന ഒരു ക്യാൻറ്റീൻ. നിലകളിലേക്കൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി 7 നിലകളിലെത്തുമ്പോഴേക്കും അങ്ങനെ ആകെ ക്ഷീണിക്കും. പക്ഷേ ഇനി അതിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രധാന മുഹൂർത്തമാണ് ഈയൊരു പ്രത്യേകിച്ച് ഈ മാരാർജി ഭവൻ്റെ ഉദ്ഘാടനം എന്നതിലുപരി സാധാരണക്കാരായ BJP പ്രവർത്തകർക്ക് സമർപ്പിക്കുന്ന നിമിഷത്തിലേക്ക് ആണ് എല്ലാവരും, BJP പ്രവർത്തകരും ഒപ്പം തന്നെ ഈ നാടും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യം 11:30 മണിയോടുകൂടി BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി അമിത് ഷാ ഈ ഒരു BJPയുടെ ഈ ഒരു ഓഫീസ് നാടിന് സമർപ്പിക്കും, അല്ലെങ്കിൽ BJP പ്രവർത്തകർക്ക് സമർപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അമിത്ഷാ എത്തുമ്പോൾ BJPയുടെ കോർ കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്, സംസ്ഥാന സമിതി നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ പുത്തിരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന നേതൃസംഗമമുണ്ട്. അതായത് ഓരോ വാർഡുകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള വാർഡ് തല പ്രതിനിധികൾ ഇന്നത്തെ ആ നേതൃസംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 25,000-ലധികം പേരെയാണ് നേരിട്ട് പ്രത്യക്ഷമായവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 80,000-ലധികം ആളുകൾ, ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ഈ പരിപാടിയിൽ വെർച്വലായും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പൂർണ്ണമായും അരയും തലയും മുറുക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള മിഷൻ 2025 അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്താണ് അമിത്ഷായുടെ ആ മിഷൻ 2025 എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം, അത് തന്നെയാണ് ആ മുദ്രാവാക്യം. അപ്പോൾ അതിലൂന്നിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സാധാരണക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യ പ്രഖ്യാപനമായി അദ്ദേഹത്തിൻ്റെ ഈ കേന്ദ്ര പദ്ധതികൾ മോദി സർക്കാരിൻ്റെ കാലഘട്ടങ്ങളെ കുറിച്ച് സാധാരണക്കാർക്കായ ജനങ്ങൾക്ക് ലഭിക്കുന്ന കേന്ദ്ര പദ്ധതികൾ, ആ കേന്ദ്ര പദ്ധതികൾ പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി പോലുള്ള പദ്ധതികളെ സാധാരണക്കാരായ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, മറ്റു നിരവധി ജൽജീവൻ മിഷനൊക്കെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗ്രാമീണ മേഖലയിലേക്കും സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് പൈപ്പ് ലൈൻ എത്തിക്കുന്ന ഒരു പദ്ധതി. ആ പദ്ധതി വരെ പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണ്. രാജ്യത്താണ്, കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം എല്ലാ മേഖലകളിലേക്കും വികസനം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സാധാരണക്കാര ജനങ്ങളിലേക്ക്, വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി. അങ്ങനെ ഓരോ താഴെത്തട്ടിലും സ്പർശിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികളുടെ ഒരു വിലയിരുത്തലായിരിക്കും ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഉജ്ജ്വൽ യോജന കണക്ഷൻ, ഓരോ വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ എത്തിക്കുക, സാധാരണക്കാരുടെ വീട്ടിലേക്ക് ഒരുപക്ഷെ ഗ്യാസ് എന്താണെന്ന് പോലും അറിയാത്ത കുഗ്രാമങ്ങളിലേക്ക് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക്, രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ എത്തിക്കുന്നു. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൈപ്പ് ലൈൻ അല്ലെങ്കിൽ കുടിവെള്ളം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അത് എത്തിക്കുന്നു. കൂടാതെ തന്നെ കിസാൻ സമ്മാൻ നിധി, അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണ്. കർഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൃഷിനാശം ഉണ്ടാവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കിസാൻ സമ്മാൻ്റെ കാർഡ്, ഒരു ATM കാർഡ് പോലെ ഒരു കാർഡിൽ, ഒരു ചിപ്പിൽ അവരുടെ എല്ലാ വിവരങ്ങളും, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും എത്തിക്കുന്ന പദ്ധതി. ഒപ്പം തന്നെ ശാലിനി, നമ്മൾ ഈ കിസാൻ സമ്മാൻ നിധി, ഉജ്ജ്വൽ യോജന, ഒപ്പം തന്നെ നമ്മളുടെ മറ്റു പ്രത്യേകിച്ച് ജൽജീവൻ മിഷൻ, ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയുണ്ട്. സാധാരണക്കാരന് ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി, സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഇടപെട്ടത്, അതിനുശേഷം രാജ്യത്തുണ്ടായ വികസനങ്ങൾ, ഡിജിറ്റൽ യുഗത്തിലേക്ക് രാജ്യം മാറുന്നു, ഡിജിറ്റൽ കറൻസിയിലേക്ക്. ഇന്ത്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ കളിയാക്കിയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ മുന്നിലാണ് ഒരു സാധാരണക്കാർ, ഒരു വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ പോലും എങ്ങനെയാണ് ഡിജിറ്റൽ ഇന്ത്യ പ്രാവർത്തികമായി അവരുടെ കൈകളിലേക്ക് എത്തിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനം കഴിഞ്ഞ 2 മോദി സർക്കാരിൻ്റെ കാലത്തും കൊണ്ടുപോയിട്ടുള്ള പ്രവർത്തനം. ഒരുപക്ഷെ കേരളത്തിലേക്ക് ഇതൊക്കെ എത്തുമോ, കേരളത്തിലേക്ക് ഒരു പ്രധാനമന്ത്രി എത്തുമോ, ആഭ്യന്തരമന്ത്രി, നമ്മൾ കാത്തിരുന്ന നാളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലോ, ഓരോ മാസവും 2-3 കേന്ദ്രമന്ത്രിമാർ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും അവർ എത്തുന്നുണ്ട്, പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. വർഷത്തിൽ 5 തവണ 6 തവണ മിനിമം കുറഞ്ഞത് അദ്ദേഹം കേരളത്തിൽ എത്തുകയാണ്. അങ്ങനെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമാവുകയാണ്. രാജ്യം വികസിക്കുന്നതോടൊപ്പം തന്നെ കേരളവും വികസിക്കുകയാണ്. ആ വികസിക്കുന്നതോടൊപ്പം തന്നെ പാർട്ടി വികസിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നെടുന്തൂണാകാൻ ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആവേശമൊക്കെ കാണാൻ പോകുന്നത് ഇനി ഇവിടെ നിന്നായിരിക്കും. തീർച്ചയായിട്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്രത്തിൽ നിന്ന് ഞാൻ നിൽക്കുന്ന അവിടേക്ക് വരാം. നമ്മൾ